ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആമസോൺ മഴക്കാടുകളെ കുറിച്ചാണ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന മഴക്കാടുകൾ ലോകമനുഷ്യർ തന്നെ കയറി ചെല്ലാൻ പേടിക്കുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ വലിയ കാട്. ജീവനിൽ കൊതിയുള്ള ഏതൊരു മനുഷ്യനും കയറി ചെല്ലാൻ പേടിക്കുന്ന കാട്. കോടാനുകോടിയിലധികം ജീവജാലങ്ങൾ വസിക്കുന്ന കാട്. ഈ കാടിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് അധികം പറയാനുണ്ട്. നാം സിനിമകളിൽ മാത്രം കണ്ടുവരുന്ന ഗ്രീൻ ആനോകോണ്ടകളുടെ സാമ്രാജ്യം എന്നറിയപ്പെടുന്നു. സെക്കൻഡുകൾക്കിടയിൽ മനുഷ്യ ശരീരമായാലും മൃഗങ്ങളുടെ ശരീരമായാലും ഭസ്മമാക്കാൻ കഴിവുള്ള മത്സ്യവർഗത്തിലെ പിരാനകളും. കാഴ്ചയിൽ വളരെയധികം ചെറുതായി തോന്നുമെങ്കിലും പാമ്പിനേക്കാൾ വിഷമുള്ള എട്ടുകാലികളും. ഒരു മനുഷ്യ ശരീരത്തെ കത്തികൊണ്ട് കീറിയാൽ എത്രത്തോളം വേദനിക്കും, അത്രത്തോളം വേദന നൽകാൻ കഴിയുന്ന ഉറുമ്പുകളും. ശത്രുവിൻ്റെ ചലനങ്ങൾ നിരീക്ഷിച്ച് ശത്രുവിനെ കീഴ്പ്പെടുത്തുന്ന ജാഗോറുകളും. മറ്റുള്ള കാടുകളെ അപേക്ഷിച്ച് ഒരുപാട് ഇനം വിഷമുള്ള പാമ്പുകൾ വസിക്കുന്ന കാട്. ഈ കാടിൻ്റെ 60% ബ്രസീലിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. മറ്റു വനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ആമസോൺ കാടുകൾക്കാണ്. അതുകൊണ്ട് തന്നെ ഈർപ്പമുള്ളതായിരിക്കും. ഈ കാടാവട്ടെ 9 രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു. ഈ കാടുകളിലാവട്ടെ 2000 മുതൽ 3000 മില്ലിലിറ്റർ വരെയാണ് മഴ ലഭിക്കുന്നത്. ഈ വനത്തിലെ വലിയ മരങ്ങളും ചെറിയ സസ്യങ്ങളും വരെ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുകയും വലിയ തോതിൽ ഓക്സിജനെ പുറത്തുവിടുകയും ചെയ്യുന്നു. ഭൂമിയിലെ ഓക്സിജന്റെ അളവിൽ 6 തൊട്ട് 9% വരെ ഓക്സിജൻ നൽകുന്നത് ഈ മഴക്കാടുകളാണ്. ഇതിനുള്ളിലെ സസ്യങ്ങളാവട്ടെ വൃക്ഷങ്ങളാവട്ടെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത രൂപത്തിലാണ് തിങ്ങി നിൽക്കുന്നത്. 80,000-ൽ പരം സസ്യങ്ങളാണ് ഇവിടെ കണ്ടുവരുന്നത്. 12,000-ൽ പരം വലിയ മരങ്ങളുമാണ് ഇവിടെ കണ്ടുവരുന്നത്. സാധാരണ കാടുകളിൽ കാണുന്ന അത്രത്തോളം പ്രകാശത്തെ ഈ കാടുകളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അത്രത്തോളം മരങ്ങൾ തിങ്ങി നിറഞ്ഞതുകൊണ്ട് സൂര്യപ്രകാശത്തിൻ്റെ ഒരു അംശം മാത്രമേ ഉള്ളിലേക്ക് കടന്നു വരികയുള്ളൂ. മരങ്ങളും സസ്യങ്ങളും മാത്രമല്ല, ഒരുപാട് ജീവജാലങ്ങളും ഇവിടെ വസിച്ചു വരുന്നു. ലോകത്ത് ഇന്നേ വരെ കണ്ടുപിടിച്ചതിൽ 25% മൃഗങ്ങളും താമസിക്കുന്നത് ഈ വനങ്ങളിലാണ്. ആമസോൺ കാടുകൾ എന്ന് പറയുമ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിലോട്ട് ആദ്യം ഓടിയെത്തുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പുകളായ ആനോകോണ്ടകളെ കുറിച്ചാണ്. ആനോകോണ്ടകളെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഈ ആമസോൺ കാടുകളിൽ മാത്രമാണ്. ഈ കാടിനുള്ളിലെ പുഴകളിലും ചതിപ്പുകളിലുമാണ് ഏറ്റവും കൂടുതൽ ആനോകോണ്ടകളെ കണ്ടുവരുന്നത്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ആനോകോണ്ടയുടെ നീളം 18 അടി ആയിരിക്കും. ഇവ വിശപ്പടക്കാൻ വേണ്ടി മാനുകളെയും പുലികളെയും കടുവകളെയും എല്ലാം വേട്ടയാടുന്നു. വിശപ്പടക്കാനുള്ള മൃഗങ്ങളെ ഇവ വേട്ടയാടുന്നത് ശരീരങ്ങളിൽ വലിഞ്ഞു മുറുകിയാണ്. വലിഞ്ഞു മുറുകി കൊലപ്പെടുത്തിയതിനു ശേഷം വീങ്ങാറാണ് പതിവ്. ഇവയ്ക്ക് വിഷമില്ല. ആനോകോണ്ടകൾ മാത്രമല്ല, പിരാനകളും വസിക്കുന്നത് ഈ വനത്തിൽ തന്നെയാണ്. ലോകത്തിൽ തന്നെ ക്രൂരമായ മീനുകൾ എന്നറിയപ്പെടുന്ന പിരാനകൾ വസിക്കുന്നത് ആമസോണിലെ പുഴകളിലും തോടുകളിലുമെല്ലാമാണ്. 22-ലധികം വ്യത്യസ്ത ഇനം പിരാനകളെ ആമസോണിൽ കാണാൻ സാധിക്കും. ഈ വർഗങ്ങളിൽ ഏറ്റവും അപകടകാരികൾ റെഡ് പിരാനകളാണ്. ഇവയുടെ പ്രത്യേകതകൾ കൂർത്ത പല്ലുകളും ബലമുള്ള താടിയല്ലുകളുമാണ്. ഇവ വസിക്കുന്ന പുഴകളിലോ തോടുകളിലോ മനുഷ്യരോ മറ്റു മൃഗങ്ങളോ ഇറങ്ങിയാൽ കൂട്ടത്തോടെ ആക്രമിച്ച് നിമിഷ നേരങ്ങൾ കൊണ്ട് അതിനെ ഭസ്മമാക്കി കളയും. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിക്രൂരന്മാരായ ജാഗോറുകളെയാണ്. ഇവയാകട്ടെ മാനുകളെയും മുതലകളെയും മീനുകളെയും എല്ലാം ഭക്ഷണമാക്കുന്നു. ഒരുപാട് പക്ഷിയിനങ്ങളും അവിടെ താമസിച്ചു വരുന്നു. ഇത്രയും നിഗൂഢമായ ഈ വനത്തിലൂടെ മനുഷ്യൻ പ്രവേശിച്ചാൽ മരണം ഉറപ്പാണ്. അത്രയും വിഷമുള്ള കൊടും